സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ യാത്രാ ചരിത്രം തന്നെ മാറാൻ പോവുകയാണ്. മണിക്കൂറിൽ 325 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇനി ഒരു സ്വപ്നമല്ല. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ഈ ട്രെയിൻ യാത്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. നമുക്ക് നോക്കാം. നിലവിൽ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിൽ എത്താൻ ട്രെയിനിൽ 7 മുതൽ 8 മണിക്കൂർ വരെ വേണം. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ വരുന്നതോടെ ഈ ദൂരം 2 മണിക്കൂർ കൊണ്ട് പിന്നിടാം. അതായത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ പോകുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ 500 കിലോമീറ്റർ അധികം പിന്നിട്ടിരിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നോ? ഈ പാതയുടെ ഒരു ഭാഗം കടലിനടിയിലൂടെയാണ്. മഹാരാഷ്ട്ര ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ ഷിൽഫാറ്റ് വരെ നീളുന്ന 21 കിലോമീറ്റർ തുരങ്കത്തിൽ 7 കിലോമീറ്റർ അറബിക്കടലിനടിയിലൂടെയാണ് ട്രെയിൻ പായുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ വരുന്നത്. ജപ്പാനിലെ ഷിൻകാൻസൻ സാങ്കേതിക വിദ്യ ഇതിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ജപ്പാനിൽ ഈ ട്രെയിൻ കാരണം ഒരാൾ പോലും മരിച്ചിട്ടില്ല എന്നറിയുമ്പോഴാണ് ഇതിന്റെ സുരക്ഷ നമുക്ക് മനസ്സിലാകുന്നത്. ഭൂകമ്പം ഉണ്ടായാൽ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ ഓട്ടോമാറ്റിക്കായി നിൽക്കുന്ന സംവിധാനം ഇതിലുണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നിത് ഓടിത്തുടങ്ങും? ഗുജറാത്ത് ഭാഗത്ത് ജോലികൾ വളരെ വേഗത്തിൽ നടക്കുന്നത്. പമ്പൻ പാലങ്ങളും സ്റ്റേഷനുകളും പണി പൂർത്തിയായി വരുന്നു. 2026-27 കാലയളവിൽ സൂറത്ത് മുതൽ ബിലിമോറ വരെയുള്ള ആദ്യ ഘട്ടം ഓടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ വരുന്നതോടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലും ഇതേപോലെ ഹൈസ്പീഡ് ട്രെയിൻ വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ചരിത്രപരമായ വീഡിയോയ്ക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.